നമസ്കാരം. TJS വെഹിക്കിൾ പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ, ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചും അതിന് തക്കതായ രീതിയിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി എല്ലാം അതിനെക്കുറിച്ച് ഉയർത്തിയിട്ടുള്ള ചില ആശങ്കകൾ, ഈ വിഷയം ചർച്ച ചെയ്യുന്നതിലേക്കായി ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറായി മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും വിരമിച്ച് ശ്രീ BJ ആന്റണി. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ, മോട്ടോർ വാഹന വകുപ്പിൽ ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഞാൻ സർവീസിൽ പ്രവേശിക്കുമ്പോൾ അന്ന് ഇടുക്കി RTO ഓഫീസിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്നു ശ്രീ BJ ആന്റണി സാറ്. ആന്റണി സാറിനോടൊപ്പം ഈ കാര്യം ചർച്ച ചെയ്യാനായിട്ടൊരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമസ്കാരം സർ. മോട്ടോർ വാഹന നിയമത്തിൽ സെക്ഷൻ 93-ൽ അഗ്രിഗേറ്റർ എന്നുള്ള, അതായത് ഏജന്റ്, ഒരു ക്യാൻവാസർ, ഇതുപോലുള്ള ഒരു ടേം, ഒരു ഡെഫിനിഷനായിട്ട് തന്നെ ഉണ്ടായിരുന്ന ഈ വിഷയം 2019 മോട്ടോർ വാഹന ഭേദഗതി നിയമം വരുമ്പോൾ ഇത് സെക്ഷൻ 36 പരിഗണിച്ച് അതിൽ വീണ്ടും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ അഗ്രിഗേറ്റർ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ അഗ്രിഗേറ്റർ. നമ്മുടെ ഈ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ ഈ അഗ്രിഗേറ്റർ എന്നുള്ള ഒരു സംവിധാനം നടപ്പിൽ വന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും KSRTC ഒക്കെ വളരെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള പ്രസ്താവനകളൊക്കെ അദ്ദേഹം ഇറക്കി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഈ അഗ്രിഗേറ്റർ സംവിധാനം തന്നെ എന്താണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ ഇത് നോട്ടിഫിക്കേഷൻ വഴി കേന്ദ്ര ഗതാഗത വകുപ്പ് അത് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി അതിന് കൊടുത്തിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് മാത്രമാണ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ അഗ്രിഗേറ്റർ എന്ന ഈ സംവിധാനം ഏത് രീതിയിലായിരിക്കും ഈ ഊബറിനെയോ അല്ലെങ്കിൽ ഒലയോ ഒക്കെ കവച്ചു വെക്കാൻ രീതിയിൽ അത് പര്യാപ്തമാണ്? അതാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. അപ്പോൾ സാറേ, എനിക്ക് അതിനെക്കുറിച്ചാണ് അറിയാനുള്ളത്. എന്താണ് ഇപ്പൊ ഈ അഗ്രിഗേറ്ററിന്റെ ശരിയായ പ്രവർത്തനം, എങ്ങനെയാണ് അതിന്റെ ഒരു ഘടന, അതെങ്ങനെയാണെന്ന് സാർ ഒന്ന് വിവരിക്കാമോ? ഈ അഗ്രിഗേറ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഊബർ അല്ലെ ഉല എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തില് അവര് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവരുടെ പ്രവർത്തനം നിയന്ത്രിക്കാനായിട്ട് പ്രത്യേക നിയമമൊന്നും മോട്ടോർ വാഹന നിയമങ്ങളിലും ചട്ടങ്ങളിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 2019 കാലഘട്ടത്തില് അമെൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതി നിയമം കൊണ്ടുവന്നിരുന്നു. ഭേദഗതി നിയമത്തില് 36ാമത്തെ വകുപ്പിലായിട്ട് ഈ അഗ്രിഗേറ്ററെ പറ്റിയുള്ള കാര്യങ്ങൾ മോട്ടോർ വാഹന നിയമത്തിന്റെ 93ാം വകുപ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുകയും അഗ്രിഗേറ്റർ എന്നാൽ എന്ത് എന്നുള്ളതിന് വ്യക്തമായ ഒരു നിർവചനം തന്നെ ഈ അമെൻമെന്റ് ആക്ടിൽ കൊടുക്കുകയും ഉണ്ടായി. നമ്മളെ ഇനിയുള്ള ഭാവി എന്ന് പറഞ്ഞാൽ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ടെക്നോളജി ഉള്ള ആളുകൾക്കായിരിക്കും ഇനി ഏത് ടെക്നോളജി, ഏറ്റവും നല്ല ടെക്നോളജി ആര് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അവർക്കായിരിക്കും ഇനി ഭാവി. അതുപോലെ തന്നെ ഊബർ, ഓല പോലുള്ള ആളുകൾ അവര് ടെക്നോളജി കൊണ്ടുവരികയാണ് ഇവിടെ നാട്ടിലേക്ക് നമ്മുടെ. അപ്പോ ടെക്നോളജി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവര് ഇവിടെ ഉള്ള ഇപ്പൊ കൊച്ചിയിൽ മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ 10-20,000-ഓളം ടാക്സികള് അവരുടെ ടെക്നോളജി വെച്ച് അഗ്രിഗേറ്റ് ചെയ്തിരിക്കും. അങ്ങനെ അഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം ജനങ്ങൾക്ക് ഈ നമ്മൾ പലരും ടാക്സി ഉപയോഗിക്കാതിരുന്ന ആളുകൾ പല രീതിയിലുള്ള സർവീസുകളുടെ ഗുണനിലവാരം കൊണ്ടും മറ്റും ആകർഷിക്കപ്പെട്ട് കുറെ അധികം ആളുകൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോ ഐഡിയലായിട്ട് കിടന്ന ടാക്സി ഡ്രൈവേഴ്സിന് അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇങ്ങനെയുള്ള വളരെയധികം നല്ല ഗുണങ്ങളുണ്ടെങ്കിലും അവരെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേക നിയമമൊന്നും നാട്ടിലില്ലായിരുന്നു. മാത്രമല്ല, ഈ പറയുന്ന ടെക്നോളജി മാത്രം കയ്യിലുള്ള അന്താരാഷ്ട്ര ഭീമന്മാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവര് ഈ അന്താരാഷ്ട്ര ഭീമന്മാര് അവരുടെ ഒരു പൈസ പോലും ഈ ടാക്സികളിലോ അല്ലെങ്കിൽ അവര് ഒരു ഡ്രൈവർ എംപ്ലോയി എന്നുള്ള നിലയിൽ ശമ്പളം കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നല്ലൊരു തുക കമ്മീഷൻ ഇനത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് പോവുകയാണ്. ആ കമ്മീഷൻ ഇനത്തിൽ അടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക നിയന്ത്രണങ്ങളൊന്നുമില്ല. അവർക്ക് എത്ര 25% കമ്മീഷൻ അവര് പറഞ്ഞ 25% കമ്മീഷൻ അങ്ങ് പോവുകയാണ്. അല്ല, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ സാറേ, അപ്പോ ഈ
ഊബറും ഒലയും എല്ലാം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഈ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ലൈസൻസിങ് സമ്പ്രദായമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഈ നമ്മുടെ ഗവൺമെന്റിന് ഈ ഊബറോ അല്ലെങ്കിൽ ഒലയോ എന്തെങ്കിലും തരത്തിൽ ഒരു എന്താ പറയാ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഇല്ല, അവരുടെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. കാര്യം അവർ ഇവിടെ നിന്ന് ഈ പറയുന്നത് പോലെ അവരുടെ ടെക്നോളജി ഉപയോഗിക്കുന്നു. അവരുടെ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മെച്ചപ്പെട്ട ടെക്നോളജിയാണെന്ന് നമുക്കിത് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം. മാനത്ത് തന്നെ മഴക്കാലം വന്നാൽ മതി, അപ്പൊ തന്നെ അവരുടെ ഫെയർ റേറ്റിൽ ഭയങ്കരമായിട്ട് വർധനവ് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് കൂടുതൽ ആളുകൾ ഈ വാഹനം ഉപയോഗിക്കുമെന്ന് അറിയാം അവർക്ക്. അതുപോലെ വളരെയധികം അൽഗോരിതംസ് ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അവര് ഈ പറയുന്നത് പോലെ ഇവിടുന്ന് വളരെ വലിയൊരു എമൗണ്ട് അവരുടെ അന്താരാഷ്ട്ര ഇതിലേക്ക് അവർ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഈ ഗവൺമെന്റിലേക്ക് അതിന്റെ ഒരു അംശം പോലും വരുന്നില്ല എന്ന് ഒരു കാര്യം വരുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ അവര് ഫ്ലെക്സി ആയിട്ടുള്ള ഫെയർ മേടിക്കുമ്പോൾ നമ്മളുടെ പബ്ലിക് കൊടുക്കുന്ന എമൗണ്ട്, ആ പബ്ലിക്കിന് എത്രത്തോളം എമൗണ്ട് കൂടുതൽ കൊടുക്കണമെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ സോഫ്റ്റ്വെയറിൽ ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിലുള്ള കൊടുക്കാൻ ബാധ്യത. അപ്പൊ അതിന്റെ അകത്ത് നഷ്ടം വരുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള പാസഞ്ചേഴ്സ് ആണ്. രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന എമൗണ്ട് ഇപ്പൊ 1000 രൂപയാണ് അവർ ഒരു ഫെയർ കിട്ടുന്നതെങ്കിൽ അതിന്റെ 25% അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു 250 രൂപ അവർ കൊണ്ടുപോവുകയാണ്. അവരിവിടെ ഇൻഷുറൻസ് എടുത്തിട്ടില്ല, വണ്ടി വാങ്ങിച്ചിട്ടില്ല, ഡ്രൈവറെ എംപ്ലോയ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവരാകെ ചെയ്യുന്നത് ഈ ടെക്നോളജി ഇവിടെ കൊണ്ടുവരുന്നത് എടുത്ത് കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർ എത്ര രൂപ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ലക്ഷക്കണക്കിന് രൂപ മുടക്കി വണ്ടി വാങ്ങിച്ച് ഉപജീവനത്തിന് വേണ്ടി വണ്ടി വാങ്ങിച്ചവൻ കൊണ്ടുപോകേണ്ട പൈസയാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ അവർക്ക് ടെക്നോളജിക്ക് പൈസ കൊണ്ടുപോകണം. പക്ഷെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല. ഇവ 30% കൊണ്ടുപോകുന്നോ 50% കൊണ്ടുപോകുന്നോ അതിനൊന്നും യാതൊരു നിയന്ത്രണവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഡ്രൈവർമാർക്ക് നഷ്ടം ഉണ്ടാകുന്നു, ഇവിടുത്തെ യാത്രക്കാർക്ക് നഷ്ടം ഉണ്ടാകുന്നു. അപ്പം മാത്രമല്ല ഇനിയും പല കാര്യങ്ങളുമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ പറയുന്ന ഇവരുടെ ഡാറ്റാസ്, ഇവരെടുക്കുന്ന ഡാറ്റകളിൽ ഗവൺമെന്റിന് അത് ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ അത് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഡാറ്റയാണ് ഇവരുടെ കയ്യിൽ. അതൊന്നും ആവശ്യപ്പെടാനോ ഒന്നും ഈ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇവരുടെ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ട് അതിനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ സംവിധാനത്തിലേക്ക് കടന്നു കയറി ഒരു തരത്തിലും നമുക്ക് അവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആകെ അവരെ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മളുടെ ഈ വാഹനങ്ങൾ, ഈ ഉപയോഗിക്കപ്പെടുന്ന വാഹനങ്ങൾ അത് കൃത്യമായ രീതിയിൽ ടാക്സ് അടച്ചിട്ടുണ്ടാകണം, ഇൻഷുറൻസ് ഉണ്ടാകണം, അതിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്, പെർമിറ്റ്, ഇതെല്ലാം വാലിഡ് ആയിട്ടിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അതായത് കാരണം ഒരു ഇൻഷുറൻസ് പരിരക്ഷ, കാരണം ഈ പറയുന്ന സംവിധാനം അതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ സുരക്ഷ ശരിക്കും പറഞ്ഞാൽ ഈ ഊബറിന്റെയും ഒലയുടെയും കയ്യിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടുള്ള ഒരു ഇൻഷുറൻസ് സംവിധാനവും ആ വാഹനം ഒരു ക്ലെയിം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ തന്നെ അത് ക്ലെയിം ചെയ്യപ്പെടുമ്പോൾ ഒരു തടസ്സം ഉണ്ടാകാത്ത രീതിയിലൊരു സംവിധാനം ഉറപ്പുവരുത്തുന്നു എന്നല്ലാതെ ഇന്ന് നമ്മളുടെ ഗവൺമെന്റിലേക്ക് ഒരു നയാ പൈസ പോലും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഊബറും ഒലയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അഗ്രിഗേറ്റർ അത് ഏത് രീതിയിലായിരിക്കും നമ്മളുടെ സാമ്പത്തിക അല്ലെങ്കിൽ നമ്മളുടെ പൊതുഗതാഗത സംവിധാനത്തെയോ KSRTCയോ തുണയ്ക്കാനായിട്ട് പോകും? അപ്പോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇതിലൊരു നിയന്ത്രണമില്ലാത്തൊരവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ടാണ് ലൈസൻസിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അപ്പൊ ലൈസൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മോട്ടോർ വാഹന നിയമത്തിലെ ഭേദഗതി വരുത്തിയപ്പോൾ അതിനുള്ള പ്രൊവിഷൻസ് എല്ലാം കൊണ്ടുവന്നു. പക്ഷെ മോട്ടോർ വാഹന നിയമത്തിലെ ഈ 2019 ഭേദഗതികളെല്ലാം ഒരുമിച്ചല്ല ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അത് പല ഘട്ടങ്ങളിലായിട്ടാണ് പല ഭേദഗതികളും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ 36ാമത്തെ ഒരു ഭേദഗതിയാണ് ഈ അഗ്രിഗേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. 36ാമത്തെ ഭേദഗതി കഴിഞ്ഞ നവംബർ മാസം അവസാനമാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട വകുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോട്ടോർ വാഹന നിയമത്തിലെ 93ാമത്തെ വകുപ്പാണ്. ആ 93ാമത്തെ വകുപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അഗ്രിഗേറ്ററുകൾക്ക് ലൈസൻസ് കൊടുക്കണമെന്നും ആ ലൈസൻസ് സംസ്ഥാന സർക്കാരുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. സംസ്ഥാന സർക്കാരുകൾക്കാണ് പരിപൂർണമായിട്ട് ഇവരുടെ നിയന്ത്രണം കൊടുത്തിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരുകൾ ഇവർക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ അതിന്റെ ഗൈഡ് ലൈൻസ്, അതിനുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ കൊടുക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ബാധ്യസ്ഥമായിക്കൊണ്ടാണ് ആ നിയമം വന്നിരിക്കുന്നത്. കാരണം മോട്ടോർ വാഹന നിയമം അതെ, അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഗൈഡ് ലൈൻസോട് കൂടി വരികയും ആ ഗൈഡ് ലൈൻസ് വെച്ചിട്ട്
അതാത് സംസ്ഥാന സർക്കാരുകളോ യൂണിയൻ ടെറിട്ടറികളോ അവരുടെ മോട്ടോർ വാഹന ചട്ടത്തിൽ വേണ്ട ഭേദഗതികൾ വരുത്തിയിട്ട് ഈ ലൈസൻസിങ് സംവിധാനം കൊണ്ടുവരാനും ഈ ലൈസൻസിന്റെ ഫീസൊക്കെ വാങ്ങിക്കാനും ഒക്കെ എല്ലാം കേരള സർക്കാരിനാണ് അതിന്റെ അധികാരം കൊടുത്തിരിക്കുന്നത്. കേരള സർക്കാരിന് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ 26-ാം തീയതി പുറപ്പെടുവിച്ചു എന്ന് പറയുന്ന ഗൈഡ് ലൈൻസ് മുഴുവനുമായിട്ടും ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, അതിൽ നിന്ന് കുറച്ച് ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അല്ല, ഇതൊന്നും പോലെ കുറച്ചുകൂടി കട്ടിയായ ചട്ടങ്ങൾ കൊണ്ടുവരണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാനുള്ള അധികാരം ബന്ധപ്പെട്ട സെക്ഷനുകളിൽ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സർക്കാരുകൾക്ക് കൊടുത്ത സ്ഥിതിക്ക് ആ ലൈസൻസിങ് സംവിധാനം കൊടുക്കുക അല്ലെങ്കിൽ ലൈസൻസ് ഇവർക്ക് ഏർപ്പെടുത്തുക എന്നുള്ള ചുമതലയിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല സംസ്ഥാന സർക്കാരുകൾക്ക് ഒഴിവാകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, അങ്ങനെ ഒഴിവായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര കുത്തകകൾക്ക് ലൈസൻസ് ഇല്ലാതെ ഇവിടെ അഴിഞ്ഞാടാനുള്ള ഒരു അവസരം കൊടുക്കുന്നതായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. ഈ ഭേദഗതി നിയമങ്ങൾ പാർലമെന്റിൽ വന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പർ ശ്രീ അളമരം കരീമും ഇതിവിടുത്തെ വ്യവസായത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഉന്നയിച്ച ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവും ഇല്ല. ഇത് അങ്ങനെ പറയുമ്പോൾ ഏത് രീതിയിലായിരിക്കും നമുക്ക് ഇന്ന് നമ്മളുടെ ഈ ഒരു സംവിധാനം KSRTC ഉപയോഗിക്കുന്ന ഈ ഒരു സംവിധാനം അത് ഏത് രീതിയിൽ നമുക്ക് ഈ അഗ്രിഗേറ്ററുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് പാകപ്പെടുത്തി നമ്മുടെ ഇന്നത്തെ സർവീസ്, കാരണം ഞാനത് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ ഇന്ന് പലപ്പോഴും കാണാം സാധാരണഗതിയിൽ നമ്മൾ KSRTCക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ നമ്മൾ കാത്തു നിന്നാൽ ഒരു ബസ് വന്നു അതിലെല്ലാവരും കൂടി കയറി അങ്ങ് പോകും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ വേറെ 1-2 ബസ് ആൾക്കാർ ഒന്നുമില്ലാതെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു സംവിധാനം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ അഗ്രിഗേറ്റർ സംവിധാനത്തിൽ നമുക്ക് എന്തായാലും അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇതിന്റെ ഈ അഗ്രിഗേറ്ററിന്റെ ഈ സംവിധാനം രൂപപ്പെടുത്തിയപ്പോൾ തന്നെ പറയുന്നുണ്ട് അതിന് ഒരു ആപ്പ് തീർച്ചയായിട്ടും കൂടിയേ തീരും. കാരണം ഇത് ആൾക്ക് ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുത്തിയോ അങ്ങനെയൊന്നും ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഇത് വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും നമുക്ക് KSRTCയുമായി ബന്ധപ്പെടുത്തി ഇന്ന് നമ്മളുടെ നിലവിലുള്ള ഗതാഗത സംവിധാനത്തിൽ വളരെ ഒരു ഊർജ്ജം പകരാനായിട്ട് എന്തായിരിക്കും ഇതിനുള്ള ഒരു വഴി? സാർ എന്ത് രീതിയിലാണ് അതിനെ? അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ ഈ അഗ്രിഗേറ്ററുകളെല്ലാം ഈ ടാക്സി മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ടാക്സി മേഖലയിൽ അല്ലാത്ത അഗ്രിഗേറ്ററുകളും ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളുമുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബസ് യാത്രകൾക്ക് അഗ്രിഗേറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിൽ തന്നെ ഈ KSRTC പോലുള്ള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ഇതുപോലെ അഗ്രിഗേറ്റർ ഉപയോഗിച്ച് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ. ഇത് പ്രത്യേകിച്ച് അത് ലൈസൻസിംഗ് സമ്പ്രദായത്തിലേക്ക് വന്നിട്ടില്ല. ലൈസൻസിംഗ് സമ്പ്രദായത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഈ അഗ്രിഗേറ്റർ എന്നുള്ള ആ ടെക്നോളജി ഉപയോഗിച്ച് അവരുടെ യാത്രക്കാരുടെ എണ്ണം കൂട്ടാനായിട്ടും അങ്ങനെ വരുമാന വർധനവിനും ഇത് ചെയ്യുന്നുണ്ട്. അഗ്രിഗേറ്റർ ആ ഒരു ടെക്നോളജി KSRTC ഉപയോഗിച്ച് കഴിഞ്ഞാൽ KSRTCക്ക് എന്തായാലും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. ആവശ്യത്തിന് ബസ് ഉണ്ടെങ്കിൽ അവർക്ക് ബസ്സിലേക്ക് ആളുകളില്ല എന്നുള്ള ഒരു അവസ്ഥ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോ നമുക്ക് അറിയാം പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഷെയർ 50% താഴെയാണ് ഇപ്പോ. ഒരു 1985 കാലഘട്ടങ്ങളിൽ നോക്കുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ മൊബിലിറ്റിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു 85-90% ആളുകളും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഇപ്പോൾ പേഴ്സണലൈസ്ഡ് ട്രാൻസ്പോർട്ട് വന്നതുകൊണ്ടും മറ്റ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ കംഫർട്ട് ലെവല് അതുപോലെ അതിന്റെ റിലയബിലിറ്റി മുതലായ കാര്യങ്ങൾ കുറവായതുകൊണ്ട് ആളുകൾ പേഴ്സണലൈസ്ഡ് ട്രാൻസ്പോർട്ടിലേക്ക് മാറി. അങ്ങനെ വന്നതുകൊണ്ട് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിലെ മോഡ് ഷെയർ കുറഞ്ഞ 50% താഴെയാണ്. വളരെ ഇപ്പോൾ കൊച്ചിയിലെ ഒരു കോംപ്രിഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ സ്റ്റഡി ഉണ്ടായിരുന്നു. ആ സ്റ്റഡി അനുസരിച്ച് അന്ന് 2016-17 കാലഘട്ടത്തിലെ 49% പബ്ലിക് ട്രാൻസ്പോർട്ട് ഷെയർ എന്ന് പറയുന്നത്. അത് ഓരോ വർഷം 3% കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പബ്ലിക് ട്രാൻസ്പോർട്ട് ഷെയർ കൂട്ടണം എന്നുണ്ടെങ്കിൽ അത് കുറയുക, അല്ലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഷെയർ കുറയുമ്പോൾ അതിന്റെ അർത്ഥം പേഴ്സണലൈസ്ഡ് ട്രാൻസ്പോർട്ട് കൂടുക എന്ന് വെച്ചാൽ മോട്ടോർ സൈക്കിളുകൾ, സ്കൂട്ടറുകൾ, കാറുകൾ കൂടുന്നു എന്നുള്ളത്. അങ്ങനെ ഓരോ ആളുകളും അവരുടെ ആവശ്യത്തിന് ഒരു കാറുമായിട്ട് വരുമ്പോൾ നിരത്തുകളിൽ സ്ഥലമില്ലാതെ വരും. നിരത്തുകൾ വലുതാക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിരത്തുകളിൽ സ്ഥലമില്ലാതെ വന്നു കഴിയാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത്? കഞ്ചഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കര പൊല്യൂഷൻ ഉണ്ടാവും.
ഈ കഞ്ചഷനും പൊല്യൂഷനും കാരണം ആക്സിഡന്റ്സ് ഉണ്ടാകും. ഇങ്ങനെ പിന്നെ ഇത് മാത്രമല്ല ഭയങ്കരമായിട്ട് നമ്മളുടെ ഈ ഫോറിനിൽ നിന്നാണ് നമ്മൾക്ക് ഫ്യൂവലിന്റെ ഇതെല്ലാം കിട്ടുന്നത്. അങ്ങനെ നമ്മളുടെ ഇന്ത്യയുടെ ഫോറിൻ മണി ലോസ് ഉണ്ടാവും. ഇങ്ങനെ എക്കണോമിക് ലോസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പൊ ഇതിനെല്ലാത്തിനും പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ആ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ടെക്നോളജി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ട് പല രാജ്യങ്ങളിലും പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ്. കാരണം ഇനി നമുക്ക് മുന്നോട്ട് കാലാനുസൃതമായിട്ട് നമുക്ക് ഈ ടെക്നോളജിയുടെ മുഴുവനായിട്ടുള്ള ആ ഒരു പിന്തുണ അത് നേടാതെ നമുക്ക് സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഈ ജനങ്ങള് ഇന്നിപ്പോ അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഈ പറഞ്ഞ മോട്ടോർ സൈക്കിളിലാണെങ്കിലോ കാറുകളിലാണെങ്കിലോ വരാൻ നിർബന്ധിതരായത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊതുഗതാഗത സംവിധാനം അത് വേണ്ടത്ര സമയത്ത് കൃത്യതയിലും അതിൻ്റെതായ കംഫർട്ടിലും അത് ചെയ്യപ്പെടാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ. അപ്പൊ ഈ അഗ്രിഗേറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോ നമുക്ക് അതായത് കൃത്യമായിട്ട് പറയാൻ പറ്റും ഒരു ഡിപ്പോയിൽ നിന്ന് എത്ര വണ്ടി പുറപ്പെടണം, അത് ഏത് ഗ്യാപ്പിൽ പുറപ്പെടണം, അത് മുൻകൂട്ടി നിങ്ങൾക്ക് അറിയണം ഇത്ര പാസഞ്ചേഴ്സിനെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ആ ലഭ്യത ഈ പറയുന്ന അഗ്രിഗേറ്റർ സംവിധാനം ഉറപ്പുവരുത്താൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ടെക്നോളജി നമുക്കറിയാം. ഇപ്പൊ എല്ലാവരും ടെക്നോളജിക്ക് ഇപ്പൊ ഒരാൾക്ക് മൊബൈൽ ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ ചിലപ്പം ഉണ്ടാകും. എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടോന്ന് തന്നെ. സ്മാർട്ട് ഫോൺ ഇല്ലാന്നുണ്ടാവും. അതെ. അപ്പൊ അങ്ങനെ കൊണ്ട് മൊബൈൽ ഫോൺ ഇല്ലാത്ത ആളുകളില്ല. അപ്പൊ മൊബൈൽ ഫോണിൽ ആ ടെക്നോളജി വന്നപ്പോ തന്നെ നമ്മളുടെ മൂവ്മെന്റ് എല്ലാം വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എത്ര പേര് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഒരു പ്രത്യേക ടൈമിൽ മാറുന്നുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ടെക്നോളജിയിൽ കിട്ടും. അപ്പൊ ആ ഒരു ഡാറ്റ അങ്ങനെ കിട്ടുന്ന ആളുകളുടെ ഡിമാൻഡ് എന്താണ്, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിമാൻഡ് എന്താണെന്ന് അറിഞ്ഞിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സെക്ടറിലുള്ള ഓപ്പറേറ്റേഴ്സ് ആരാണെങ്കിലും, ടാക്സി ഓപ്പറേറ്റർ ആണെങ്കിലും ഓട്ടോറിക്ഷ ഓപ്പറേറ്റർ ആണെങ്കിലും ബസ് ഓപ്പറേറ്റർ ആണെങ്കിലും അവർക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വരുമാന വർധനവിന് അല്ലെങ്കിൽ അവരുടെ പാസഞ്ചേഴ്സിന്റെ എണ്ണം കൂട്ടാനായിട്ടും മാത്രമല്ല പാസഞ്ചേഴ്സിന് കൂടുതൽ സേഫ്റ്റിയും കംഫർട്ടും കൊടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ അരമണിക്കൂർ വന്ന് ബസ് കാത്ത് നിൽക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഇപ്പൊ ലണ്ടൻ ബസ് സർവീസ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിലേക്ക് നമ്മൾ ആ ഒരു സംവിധാനം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കൃത്യം ആ ഒരു മിനിറ്റ് തികയുന്ന സമയത്ത് ആ ബസ് സ്റ്റോപ്പിൽ ചെന്നാൽ മതി. അതാണ് ഇന്ന് ജനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പൈസയല്ല ജനത്തിന്റെ പ്രശ്നം, സമയമാണ്. ലണ്ടനിലെ ഇതുപോലത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇവിടുത്തെ ഈ കേരള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന് ഒരു ആക്ട് ഉണ്ടാക്കിയിട്ട് കൊച്ചിയിൽ അത് കഴിഞ്ഞ നവംബർ 1 ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇതേപോലുള്ള ഒരു അതോറിറ്റിയാണ് ഈ ലണ്ടനിൽ TFL എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അവര് ഈ പറയുന്നത് പോലെ വളരെയധികം ടെക്നോളജിക്കലായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓഗ്മെന്റ് ചെയ്യാനായിട്ട് അവർ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇതില് പല എന്താ പറയുന്ന നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പല വീഡിയോസിൽ ഞാൻ കണ്ടത് ഇതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യൂല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എനിക്കൊന്ന് അദ്ദേഹത്തിന് തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ആരെങ്കിലും കൊടുത്തത് കൊണ്ടായിരിക്കും. അദ്ദേഹം തന്നെ ഈ നിയമസഭയിൽ അവതരിപ്പിച്ച കേരള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ആക്ടില് ഈ പറയുന്ന കേന്ദ്ര നിയമം വരുന്നതിന് മുമ്പ് തന്നെ അഗ്രഗേറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അഗ്രഗേറ്ററിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവരെ നിയന്ത്രിക്കാനുള്ള പ്രൊവിഷനും അതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇത് മനസ്സിലാക്കാതെയാണോ ഈ കാര്യം ഇതൊന്നും ഇവിടെ ഇല്ലെന്ന് കേന്ദ്ര നിയമം ഇല്ലെങ്കിൽ പോലും കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം മുതലായ നഗരങ്ങളിൽ ഉറപ്പായിട്ട് ഇതിന് ലൈസൻസ് വേണം. ഇപ്പോഴും നിയമം അനുസരിച്ച് കേരളത്തിലെ നിയമം അനുസരിച്ച് തന്നെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ഇല്ലാതെ തന്നെ അല്ലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് ഇല്ലാതെ തന്നെ നിയമപ്രകാരം കേരളത്തിലെ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് സ്ഥലങ്ങളിലാണ് എന്നാണ് ഇത് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. നമ്മുടെ കേരളത്തിൽ 2019 ആക്ട് നിലവിൽ വന്നു. ആക്ട് അനുസരിച്ചുള്ള കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മുഴുവൻ പ്രവർത്തനം എന്ന് പറഞ്ഞതുപോലെ ഈ നവംബർ 1 മുതൽ അത് പ്രവർത്തിക്കുകയാണ്. അതിനൊരു CEO പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഇലക്ഷന്റെ ടൈം ആയതുകൊണ്ട് അവരുടെ തീരുമാനങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഉടനെ തന്നെ അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് കൂടും. അതിന് മീറ്റിംഗ് കൂടുകയും മേൽ നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യും.